അറ്റ്ലാസ്റ്റ് 3 സീസണിന് ശേഷം സ്ക്വിഡ് ഗെയിം ഒഫീഷ്യലായിട്ട് എൻഡ് ആയിട്ടുണ്ട്. ഒരു റോളർ കോസ്റ്റർ ഇമോഷൻ ആയിട്ടാണ് സ്ക്വിഡ് ഗെയിം സീസൺ 3 പോയിട്ടുള്ളത്. അവസാനം ഒരു കിടിലൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ ഉണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് നമുക്ക് എടുക്കണ്ട. ആണെങ്കിൽ ഒരു ഇട്ട ഫുൾ സ്റ്റാപ്പിനെ അഴിച്ചിട്ട് സ്ക്വിഡ് ഗെയിമിന് ഒരു കമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ കണ്ടത് കൊറിയൻ സ്ക്വിഡ് ഗെയിം. ഇനി നിങ്ങൾ കാണാൻ പോണത് അമേരിക്കയിലുള്ള സ്ക്വിഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ഒരു കോമ അവർ അവിടെ ഇട്ടിട്ടുണ്ട് സ്ക്വിഡ് ഗെയിം സീസൺ 3. നമ്മൾ കുറച്ച് വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം അടുത്ത സ്ക്വിഡ് ഗെയിം എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഈ സ്ക്വിഡ് ഗെയിം കഴിഞ്ഞാലും ഒരുത്തൻ അവിടെ ഇപ്പോഴേ സ്ക്വിഡ് ഗെയിം നടക്കുന്ന ഐലാൻഡിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണ ആരെന്ന് സ്ക്വിഡ് ഗെയിം കണ്ടവർക്ക് പിടികിട്ടും. ഈ 456 പേര് ജീവനെ കൊടുത്ത് കളിച്ച് ജയിക്കാൻ നോക്കിയ ഇതിൽ ഒന്നിനും സംബന്ധമില്ലാതെ ഇതിൽ ഒരു കളിയും കളിക്കാത്ത ആ കൊച്ചും ജിൻഹോവും ആ ഫുൾ കാശിന് അടിച്ചുകൊണ്ട് പോകും. ആരാണ് ഇതിന്റെ റിയൽ വിന്നർ എന്ന് ഒരു കൺഫ്യൂഷനോടെ തന്നെ അവർ സ്ക്വിഡ് ഗെയിം 3 നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടവും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഈ സീസൺ 3 മരിച്ചു പോയാണ്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ എൻഡിംഗ് ഒക്കെ നല്ലതാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഈ സീസൺ 3 തുടങ്ങാനുള്ള കാരണം തന്നെ ജീഹൻ ഈ സ്ക്വിഡ് ഗെയിമിലോട്ട് തിരിച്ചും കളിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരന്റെ ഓബ്ജക്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ സ്ക്വിഡ് ഗെയിമിന്റെ തിരിച്ചും പോയി അതിന്റെ ആരൊക്കെ നടത്തണോ അവരെയൊക്കെ കണ്ടുപിടിച്ച് കൊന്ന് തിരിച്ച് ആ സ്ക്വിഡ് ഗെയിമിനെ ഫുള്ളായിട്ട് നിർത്തണമെന്നാണ്. അവിടെ കളിക്കണ എല്ലാരെയും ഞാൻ രക്ഷപ്പെടുത്തി എല്ലാരെയും വെളിയിൽ കൊണ്ടുവരണമെന്ന് ഒരു തീരുമാനത്തോടെയാണ് പുള്ളിക്കാരനകത്ത് പോയത്. ആൾറെഡി 456ന് ആ സ്ക്വിഡ് ഗെയിം എങ്ങനെയാണ് റൺ അവിടെ എന്തൊക്കെ ഗെയിംസ് ആണ് കളിക്കണേ, അകത്തടക്കണ എന്തൊക്കെയാണെന്ന് പുള്ളിക്കാരൻ അറിയാം. അങ്ങനെ ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഗെയിം കളിച്ചാൽ മരിച്ചോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെളിയിൽ കൊണ്ടുവരാന്ന് വെച്ച് അകത്ത് പോയ പുള്ളിക്കാരൻ ആദ്യത്തെ 2 ഗെയിം നന്നായിട്ട് കഷ്ടപ്പെടും. ഇവർക്ക് ഇതാണ് ഇങ്ങനെയാണ് ഈ സ്ക്വിഡ് ഗെയിം റൺ ആവണേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം എടുത്താൽ തന്നെ പുള്ളിക്കാരൻ തൊണ്ടയിട്ട് അലസി പൊട്ടിച്ച് പറയാണ് നിങ്ങൾ അനങ്ങിയ നിങ്ങൾ മരിച്ചു പോകുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു മൈരമാരും ഒന്നും അതിനെ കാതുപോലും കൊണ്ട് കേൾക്കുന്നില്ല. പക്ഷെ സമയം കൂടെ പുള്ളിക്കാരൻ എന്തിനാണ് ഞാൻ ഇത്രയും പേരെ രക്ഷപ്പെടുത്തുന്നത്, എന്റെ ടീമിലുള്ള ആൾക്കാരെ മാത്രം ഞാൻ രക്ഷപ്പെടുത്തിക്കൂടെ, അതായത് പുള്ളിക്കാരന്റെ എക്സ് ടീമിലുള്ള ആൾക്കാര്, അതായത് ഈ കളി വേണ്ട നമുക്ക് വെളിയിൽ പോകുമെന്ന് പറയുന്ന ആൾക്കാരെ മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരെന്നൊരു സൈക്കോളജിക്കലായിട്ട് പുള്ളിക്കാരൻ അങ്ങനെ മാറുക. സോ അത് കാരണം ആ ഓ ടീമിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ചു പോയാണ്. അതിൽ പെട്ടുപോയ ഒരാളാണ് പുള്ളിക്കാരന്റെ ഉറ്റ ചങ്ങായായ ജങ് ഡേ. സോ പുള്ളിക്കാരന്റെ ഫ്രണ്ട് മരിച്ചതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് ട്രോമയ്ക്കകത്താണ് 456 പോണത്. ആ മരണത്തിന് ശേഷം പുള്ളിക്കാരന്റെ എല്ലാ ദേഷ്യത്തിനെയും ദേഹോന്റെ അടുത്ത് കായ്ക്കുകയാണ്. പുള്ളിക്കാരൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേഹോ ആ ബുള്ളറ്റ്സ് കൊണ്ടുവരാത്തോണ്ടാണ് പുള്ളിക്കാരന്റെ ഫ്രണ്ട് മരിച്ചതാണ്. സോ അവിടെ തന്നെ നമുക്ക് 456ന്റെ ക്യാരക്ടർ ആർക്ക് തന്നെ മാറണം നമുക്ക് അവിടെ പിടികിട്ടും. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം വരുമ്പോ 456 ഫുള്ളുമായിട്ട് ഡേഹോനെയാണ് പ്രൊഡക്ടറിനെ പോലെ ഹണ്ട് ചെയ്തിട്ടിരുന്നത് കൊല്ലാൻ വേണ്ടി. ഇഷ്ടംപോലെ ടൈം പുള്ളിക്കാരനെ ഡേഹോനെ കൊല്ലാൻ ചാൻസ് കിട്ടിയിരുന്നാല് 456 കൊല്ലത്തില്ല. എന്നാ പുള്ളിക്കാരൻ ഒരു കില്ലർ അല്ല. 456 ഇവിടെ വന്നത് തന്നെ എല്ലാവരും രക്ഷപ്പെടുത്താനാണ്. പക്ഷെ അവസാനം നടക്കുന്നത് ഈ ഡീഹോ തന്നെ പുള്ളിക്കാരനെ ട്രിഗർ ചെയ്ത് വിട്ടുകൊണ്ട് ജീഹൻ തിരിച്ച് ഡീഹോനെ കൊല്ലണയാണ്. സോ ഇതേ ഗെയിമിൽ തന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയ ഒരു ക്യാരക്ടറാണ് പ്ലെയർ നമ്പർ 120. സോ ഈ പ്ലെയർ നമ്പർ 120 സ്ക്വിഡ് ഗെയിമിന്റെ അവസാനം വരെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു. ഷീ ഡിസേർവ്സ് ടു ബി എ ഫൈനലിസ്റ്റ്. അടുത്ത ക്യാരക്ടേഴ്സ് ആയ അമ്മയും മോനും. ആ അമ്മയ്ക്ക് അവരെ മോനെ എത്ര ഇഷ്ടമാണെന്ന് ഈ സ്ക്വിഡ് ഗെയിം കണ്ട എല്ലാവർക്കും പിടിയിട്ടു. പക്ഷെ അവസാനം ആ അമ്മ തന്നെ അവരെ മോനെ കൊല്ലുകയാണ്. ആ അമ്മയുടെ മോനെ ആരെയും കൊല്ലാൻ പറ്റാതെ അവസാനം ആ കൊച്ചിനെ കൊല്ലാൻ വരെയാണ്. എന്റെ മോൻ ഒരു പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിം ജയിക്കാൻ വേണ്ടി ഇപ്പം ജനിച്ച ഒരു കൊച്ചിനെ തന്നെ കൊല്ലണല്ലാന്ന് വിചാരിച്ച് സ്വന്തം അമ്മ അവരെ മോനെ തന്നെ കൊല്ലുകയാണ്. അടുത്ത ക്യാരക്ടർ മ്യൂഞ്ചി. കാശിന് വേണ്ടി എന്ത് കൂതറ പണിയും ചെയ്യണ തനിമയിര്. ക്രിപ്റ്റോയില് ഫുള്ള് പൈസ ഇട്ട് എല്ലാം നാശമായി. അതുകൊണ്ട് സ്ക്വിഡ് ഗെയിം കളിക്കാൻ വന്നതാണ് ഇവൻ. അവൻ കടം കൊടുക്കാനുള്ള എല്ലാ പൈസ റെഡി ആയാലും എന്നാലും അവൻ വന്നിട്ട് കാശിന്റെ ഒരു ഗ്രേഡില് പ്ലെയർ നമ്പർ 120നെ അവൻ കൊന്നുകളയാണ്. സോ ആ എപ്പിസോഡ് കാണുമ്പോഴേ നമുക്ക് പിടികിട്ടും ഇവനാണ് ഈ സ്ക്വിഡ് ഗെയിം സീസൺ 3ന്റെ മെയിൻ വില്ലൻ. സോ അതേപോലെ തന്നെ ഫൈനൽ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ തന്നെ ഇവനാണ് എല്ലാരെയും കൊന്നത്. ലിറ്ററലി അവിടെയുള്ള എല്ലാരെയും കൊന്നത് ഇവനാണ്. അവസാനം ആ കൊച്ചിനെ അവൻ കൊല്ലൂന്ന് വരുന്ന ഒരു ചാൻസിലാണ് ജീഹൻ അവിടെ വന്ന് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നത്. പ്ലെയർ നമ്പർ 456 എടുത്താൽ തന്നെ ആ സ്ക്വിഡ് ഗെയിം നടത്തണ എല്ലാരെയും കൊല്ലണമെന്ന് പറഞ്ഞ് വന്ന ആള് അവസാനം ഈ സ്ക്വിഡ് ഗെയിമിൽ നിന്ന് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ഒരു ക്യാരക്ടർ ആർക്കിലാണ് ജീഹൻ പോണത്. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫ്രാഞ്ചൈസ് ഗെയിമാണ്. കൊറിയയിൽ മാത്രമല്ലാതെ അത് എല്ലായിടത്തും നടക്കണ പോലെയാണ് അവർ കാഴ്ചിട്ടുള്ളത്. അപ്പം ജീഹന് ഒറ്റയ്ക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഒറ്റയ്ക്ക് പുള്ളിക്കാരനെ ഒരുത്തനെയും പറഞ്ഞൊന്നും തിരുത്താനും പറ്റത്തില്ല. ആണ് 456 ആ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നത്. അത് മാത്രമല്ലാതെ ഇൻഹോനും മനുഷ്യന്മാരൊന്നും അത്ര ക്രൂവൽ ആയിട്ടുള്ള ആളല്ല, അവർക്കും കണ്ണിച്ചോരെ കൊണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഇൻഹോനെ അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജീഹൻ. ഇൻഹോ ഇതിന്റെ മുമ്പ് ഒരു പ്ലെയർ ആയിട്ടിരുന്നതാണ് സ്ക്വിഡ് ഗെയിമിൽ, പ്ലെയർ നമ്പർ 132. പുള്ളിക്കാരൻ ഓഡിഷൻ ചെയ്തത് ഇൻലാമാണ്. സോ ഇൻഹോന് ഒരു ചാൻസ് കൊടുക്കുക. പുള്ളിക്കാരൻ കളിച്ചോണ്ടിരുന്ന ആ ടൈമില് നീ എല്ലാരെയും കൊന്നിട്ട് അവസാനത്തെ റൗണ്ടിൽ നീ ഒറ്റയ്ക്ക് വരാം. സോ ഇൻഹോ അവിടെ എല്ലാരെയും കൊന്നിട്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഫൈനൽസിൽ പോവുകയാണ്. സോ അതേ ഓപ്ഷനാണ് ഇൻഹോ 456ന് കൊടുക്കുന്നത്. പക്ഷേ 456 അവിടെ ആ ഓഫർ എടുക്കുന്നില്ല. സോ അവിടെ തന്നെ നമുക്ക് ഇൻഹോനും ജീഹനുള്ള വ്യത്യാസം പിടികിട്ടുന്നത്. സോ എല്ലാ മനുഷ്യന്മാരും ഒന്നുപോലെ അല്ലെന്ന് ജീഹൻ ഇൻഹോന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ജംപ് റോപ്പ് എടുത്താൽ തന്നെ പ്ലെയർ നമ്പർ 222 അവിടെ മരിച്ചു പോയാണ്. സോ മരിച്ച ഉടനെ തന്നെ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പണക്കാരന്മാര് ഇവള് മരിച്ച് ഇവക്ക് പകരം ആ കൊച്ചിനെ നമുക്ക് കളിക്കാൻ വയ്ക്കാന്ന് പറയാണ്. സോ സ്ക്വിഡ് ഗെയിമിൽ ഇപ്പൊ റൂൾസ് തന്നെ ഇല്ല. ഇവന്മാര് ഇഷ്ടത്തിന് എന്തൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇൻലം വരുന്നവരെ സ്ക്വിഡ് ഗെയിം ഒരു ഡീസന്റ് ആയിട്ട് നടന്നിട്ട് പോയ ഒരു കാര്യമാണ്. സോ ഇൻലം മരിച്ചതിന് ശേഷം ഈ ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെയാണ് ഈ റൂൾസും ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്കൊന്നും തോന്നുന്ന ഇൻഹോ അടുത്ത ഇൻലാമിന്റെ പൊസിഷനിൽ വരുമെന്നാണ്. എന്താന്ന് വെച്ചാൽ ഇൻഹോന്റെ ഫ്രണ്ടിലാണ് 456 മരിച്ചു പോണ. എല്ലാരെയും കൊന്ന് ജയിക്കാൻ ഒരു ചാൻസ് ഇരുന്നാലും
456 അത് ചെയ്യുന്നില്ല. അവസാനം പുള്ളിക്കാരന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ആ കൊച്ചിനെ ജയിക്കാൻ വെക്കുകയാണ്. മനുഷ്യന്മാരൊന്നും കുതിരകളല്ല, ബെറ്റ് കെട്ടി നിങ്ങൾ ജയിക്കാനെന്ന് പറഞ്ഞ്. സോ അവസാനം ആ സ്ക്വിഡ് ഗെയിം നടക്കുന്ന സ്ഥലമൊക്കെ ബ്ലാസ്റ്റ് ആയി പോണ പോലെ കാണിച്ചാലും ആ സ്ക്വിഡ് ഗെയിമിനെ നടത്തണവരൊന്നും അത്ര പുച്ഛക്കാരൊന്നും അല്ല. അവർ ഇനിയും കാശ് ഇറക്കി വേറൊരു ഐലാൻഡിൽ ഈ സ്ക്വിഡ് ഗെയിം അവർ നടത്താൻ തന്നെ പോണേ. സോ സ്ക്വിഡ് ഗെയിം ഒരു കാലത്തും അവർ നിർത്തൂല. അത് എത്ര വർഷം വരെ നടന്നിട്ടേ ഇരിക്കും. അവസാനം ഐലാൻഡിനെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച ജിൻഹോന്റെ കയ്യിൽ ആ കൊച്ചിനെയും കൊടുത്ത് ആ കൊച്ച് ജയിച്ച പൈസയും കൊടുത്ത് വിടെയാണ്. ഒരു ഗെയിം ഒന്നും കളിക്കാതെ ജിൻഹോ അവസാനം ഇത്രയും $1 ബില്യൺ എടുത്തിട്ട് പോവുകയാണ്. അതുമാത്രമല്ലാതെ ജിൻഹോ ജീഹൻ അതായത് 456 കയ്യിലിരുന്ന പൈസേനെ എടുത്ത് പുള്ളിക്കാരന്റെ മോളെ കയ്യിൽ കൊടുക്കുകയാണ്. അതായത് 456ന്റെ മോളെ കയ്യിൽ. പുള്ളിക്കാരന്റെ മോൾ അമേരിക്കയിലാണുള്ളത്. ഇവര് മാത്രമല്ലാതെ സ്ക്വിഡ് ഗെയിമിൽ നിന്ന് രക്ഷപ്പെട്ട വേറെ 2 ആൾക്കാരുണ്ട്. നോയൽ ക്യാപ്റ്റനെ കൊന്ന് അകത്തുള്ള എല്ലാ റെക്കോർഡ്സിനും എല്ലാത്തിനെയും എരിച്ചു കളഞ്ഞ് ഒരു ഡീറ്റെയിലും ആർക്കും പിടികിട്ടാത്ത പോലെ ആ ഗെയിമിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ആളാണ്. അതുമാത്രമല്ല 246നെയും രക്ഷപ്പെടുത്തിയത് പുള്ളിക്കാരിയാണ്. 246ന് എങ്ങനെയാണ് പൈസ കിട്ടിയെന്ന് ഒരു പിടിയില്ല. വേണമെങ്കിൽ വേറെ ആൾക്കാരെങ്കിലും ഹെൽപ്പ് ചെയ്തിരിക്കുക. അതുമാത്രമല്ലാതെ പുള്ളിക്കാരന്റെ മോളെ ക്യാൻസറും അവിടെ ശരിയാവണം. സോ 246 അവിടെ ഒരു നല്ല ജീവിതം ജീവിക്കുകയാണ് പുള്ളിക്കാരന്റെ മോളെ കൂടെ. സോ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടിരുന്ന എല്ലാവർക്കും ഈ ക്യാരക്ടർ ആരാണെന്ന് ഒരു ഡൗട്ട് വരും. സോ ഇത് സീസൺ ഉള്ളതെന്ന് സാബിയോ പുള്ളിക്കാരന്റെ അനിയനാണ്. കുറെ ക്യാരക്ടറിന് നല്ല ക്ലോഷർ കൊടുത്തിട്ടുണ്ട് ഇതില്. മെയിനായിട്ട് പറയണമെങ്കിൽ 456ന്റെ മോള് പുള്ളിക്കാരുടെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. എന്റെ അച്ഛൻ എന്നെ കാണാനൊന്നും പറഞ്ഞില്ലെന്ന്. പക്ഷെ പുള്ളിക്കാരിയുടെ അടുത്ത് പോയി ഇൻഹോ പറയാണ് എന്റെ അച്ഛൻ മരിച്ച് ഇനി ഒരു കാലത്തും വരത്തില്ലെന്ന്. ജീഹൻ മരിച്ചാലും പുള്ളിക്കാരന്റെ ഐഡിയോളജി അവിടെ മരിച്ചിട്ടില്ല. സോ ഇൻഫോ ഇപ്പൊ അമേരിക്കയിലാണ് വന്നിട്ടുള്ളത്. സോ അമേരിക്ക വന്നതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള സ്ക്വിഡ് ഗെയിം എങ്ങനെയാണെന്ന് നോക്കാൻ പുള്ളിക്കാരൻ എന്തായാലും പോകും. സോ അതിനെ കഴിക്കണ പോലെയാണ് സ്ക്വിഡ് ഗെയിം 3ന്റെ എൻഡിങ്ങിൽ കേറ്റ് ബ്ലാഞ്ചറിനെ കഴിച്ചിട്ടുള്ളത്. പുള്ളിക്കാരി അവിടെ ഉള്ള ഒരാളുടെ കൂടെ ടച്ച് കളിച്ചിട്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ടച്ച് കളിക്കണമെന്ന് അറിയുമെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഗെയിം എന്തെങ്കിലും അവിടെ കളിച്ചാൽ നന്നായിട്ടിരിക്കുമായിരുന്നു. ലൈക്ക് ടോസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു. സോ പുള്ളിക്കാരി ഇൻഹോനെ നോക്കി ഒരു ചെറിയ ലുക്ക് കൂടെയാണ്. സോ പുള്ളിക്കാരിക്ക് ഇൻഹോനെ പറ്റി മുമ്പേ അറിയായിരിക്കും. കേറ്റ് ബ്ലാഞ്ചറിന് ഒരു റിക്രൂട്ടറേറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം സ്ക്വിഡ് ഗെയിം അമേരിക്കയിൽ എത്ര വലിയ ആക്ടേഴ്സ് ഒക്കെ അഭിനയിക്കുമെന്ന് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഊഹിച്ചെടുക്കാം. ഡേവിഡ് ഫിഞ്ചറാണ് അടുത്ത സ്ക്വിഡ് ഗെയിം സീസൺ 4 എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനൊക്കെ നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. അതുമാത്രമല്ല സ്ക്വിഡ് ഗെയിമിനെ വെച്ച് ഒരു സിനിമയൊക്കെ എടുക്കാൻ പോകണമെന്നൊക്കെ ലീക്സ് ഉണ്ട്. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് വർഷം അല്ലെങ്കിൽ മാസം വെയിറ്റ് ചെയ്യണം ഇതിനെപ്പറ്റി അറിയണമെന്നൊക്കെ. സീസൺ 1 കുതിരയ്ക്ക് ബെറ്റ് കെട്ടി അതില് കടനായി ആ കടനെ തീക്കാൻ വേണ്ടി സ്ക്വിഡ് ഗെയിമിൽ വന്ന് അവസാനം സീസൺ 3 മനുഷ്യന്മാരൊന്നും ബെറ്റ് കെട്ടണ കുതിരയല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മരിച്ചു പോയാണ്. സോ ഷൗട്ട് ഔട്ട് ടു 456 ആൻഡ് ഹിസ് ഐഡിയോളജി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇത് മുമ്പേയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ആ വീഡിയോസും പോയി നോക്കുക. കൂടുതൽ വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.